ഇന്ന് മിന്നുമാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഞാനിന്ന് എനിക്ക് റെസ്റ്റ്. ഇന്ന് ഞാൻ കൃഷിപ്പണിയിൽ പോയി. അങ്ങനെ വയ്യാണ്ടായി ഉണ്ടാകുന്ന കിടന്നു. അപ്പോഴേക്ക് മിന്നു ചപ്പാത്തി ഉണ്ടാക്കുന്ന പാട്ടും പാടി. എങ്ങോട്ട് നോക്ക്. ഇറങ്ങടാ ഇറങ്ങടാ ഇറങ്ങടാ. വേണം പറഞ്ഞ അടുക്കളപ്പണിയൊക്കെ ചെയ്യാൻ മകള്. ഞാൻ അടുക്കളപ്പണിയിൽ ചെയ്യിപ്പിക്കാറില്ല അപ്പൊ. കാരണം നമ്മളിപ്പോ ഒരു ഹോസ്റ്റലിൽ പോയി. അതെ, ലോക്ക്ഡൌൺ ആണ്. ഗോതമ്പാവും സവോളയുണ്ട്. എന്ത് ചെയ്യും? കുറുക്കി കഴിക്കാൻ പറ്റില്ല. അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കി. ഇത് പാക്കറ്റ് കൊട്ടിയില്ല. പിന്നെ ചായപ്പൊടി ബിരിയാണിയില് എന്താ പറയാ ഇതാണ്. അപ്പൊ നമുക്ക് എന്താണ് വെക്കാൻ പോണത്? മുട്ടയാണ് കേട്ടോ. നമ്മുടെ കോഴികളുടെ മുട്ടയുണ്ടല്ലോ, നാടൻ മുട്ട. വേണ്ട, അത്യാവശ്യം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. നാടൻ മുട്ട കൊടുക്കുന്നുണ്ട്. ഓ, ഈ സെൻട്രൽ ലൈറ്റ് കത്തുന്നുണ്ടല്ലേ? സെൻട്രൽ ലൈറ്റ് ഈ ലൈറ്റ് കത്തിയാലാണ് കറണ്ടുകൾ അറിയുള്ളൂ. ആ ലൈറ്റൊക്കെ ഇൻവെർട്ടറാണ്. അപ്പൊ നമുക്ക് മുട്ടക്കറി വയ്ക്കാം. ഞങ്ങൾ എണ്ണ തൊട്ടിട്ടല്ല കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുക. അങ്ങനെ എണ്ണ തൊട്ടാണ്ട ചപ്പാത്തി ഉണ്ടാക്കുക. എണ്ണ തൊട്ട ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അയ്യോ, എടുത്ത് താഴ്ത്തിട്ടാ? ഇല്ല അല്ലേ? സൗണ്ട് കേട്ടു. ഞാൻ എടുത്തിട്ടതാണ്. വരുമ്പോ ഒരു മേലത്തെ മുട്ട ഇട്ട് താഴ്ത്തിട്ടു. അപ്പൊ അത് പൊട്ടി. അത് പൊട്ടി. ചക്ക ഇത് കുടിക്കണമെന്നാ. അത് തരാം, എനിക്കും തരാം. അവൻ മുട്ടന്റെ ആളാണ്. മുട്ടത്തോട് പൊട്ടിച്ച് മാറ്റി നോക്കി. പിന്നെ കള്ള, നീ മുട്ട കുടിക്കുവോ? ചോര കുടിക്കണുണ്ടല്ലോ ഇന്നാള്. എല്ലാരും വന്ന് എന്തെങ്കിലും ചെയ്തിട്ടാ വരുമ്പോഴേക്കും ഇവിടെ ബ്ലഡ് കാണാനില്ലല്ലോ. അപ്പൊ ഇതെങ്ങനെ പീവക്കരി വന്നിട്ടായിരുന്നു. ഇതെന്ത് വേടാ? ചോര കുടിക്കുവോ? മനസ്സിലായിട്ട് മതിയാ. നൈലുണ്ട് അങ്ങനെ നോക്ക്. ഓവർ സ്പീഡ് ആക്കാതെ. എന്താ മാവിടുന്ന സ്റ്റൈല്. എനിക്ക് കുപ്പി കൊണ്ടന്നെ സ്പീഡ് കിട്ടാൻ തുടങ്ങിയില്ലേ? പിന്നെ ഇത്ര വലുതായി ഉണ്ടാക്കിന്ന്. ഇത്ര വലുതുണ്ടാക്കണം. പിന്നെയോ എന്ത് ഷെഡ് ഉണ്ടാക്ക്. എന്താ ഒരു ചൈനക്കാര് കാണിക്കുന്ന മാവ് വെച്ചിട്ട് അതിൽ ബൊമ്മക്കുട്ടി വരെ ഉണ്ടാക്കി കണ്ണു മൂക്കൊക്കെ വെക്കും. എന്നിട്ട് അതിനെ കൊണ്ട് ഓവറിൽ കൊണ്ട് വെച്ചിട്ട് പൂച്ച വരണ്ടേ? പൂച്ച വരുമ്പോ ഇറങ്ങാറ്. ഓടി വാന്നല്ല മണിക്കൂട്ടാ. അതി വേടാ മണിക്കൂട്ടൻ ഗോതമ്പ് മാവ് ഒരു ചപ്പാത്തിന് മാവ് കഴിച്ചിട്ട് പോയതാണ് ഇപ്പൊ. നല്ലോണം മാവ് കഴിക്കും മണിക്കൂട്ടൻ ഗോതമ്പ് മാവ്. അവത്തെ പൂച്ച വരും. നല്ല അകത്തുള്ളി ഒന്ന് പൂച്ച വന്ന് പാലും കുടിച്ചു. എന്റെ മകൻ എടുത്ത് വെച്ച് പാലും കുടിച്ചു. അതുപോലെ എന്റെ മകൻ എടുത്ത് വെച്ച് മീൻ കറി. വലിയ ഫ്രൈ മീൻ കഴിച്ചു. ഫ്രൈ ചെയ്ത് വെച്ച മീനും കഴിച്ചു. തട്ടിയിട്ട് കണ്ട അതെന്താ ഒരു കരിപ്പാണറിയോ? മുകളിൽ കേറുന്ന കാണാം. അങ്ങനെ വേണ്ട അതിന് തട്ടിയിടും. തട്ടിയിടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് കയറുകയാണ്. ഒരിക്കൽ തട്ടിയിട്ടാണ്. എന്നിട്ട് ഇപ്പോൾ അവൾ എടുത്തു വെച്ചാണ്. അത്ര ദേഷ്യമാണ് ഇത് എവിടെ ഇരിക്കുന്നത്. എങ്ങനെ എവിടെ പിടിക്കേണ്ടത് നോക്കുന്നു. തലയിൽ തന്നെ വീഴുന്നിന്റെ. അവിടെ വയ്ക്കണ. പിന്നെയോ അവൻ പൊട്ടിക്കും. പച്ചമുളക് കട്ട് ചെയ്യുന്നതാണ്. ഓ, ഞാൻ വയ്യാണ്ട് കിടന്നപ്പോ വന്നിട്ട് എന്റെ അടുത്ത് എന്തുമാ ചെക്കിങ് കഴിഞ്ഞ് 2 ഇഞ്ചക്ഷൻ വെച്ചിട്ട് പോയി. ചെറുപെറുന്നു. ഫോണ് ഞാൻ തട്ടിയിരുന്നു. മീൻ വർക്ക് പഠിച്ച് ചാടിയതുണ്ടോ നാള്? എന്തോ ഭാഗ്യത്തിനല്ലേ എണ്ണയിലാണ്ടായപ്പോ ഒന്നും സംഭവിച്ചില്ല. കൊത്താൻ വരുന്നത് സ്പീഡ് നോക്കുമ്പോ അമ്മടെ പൊന്നാണോ നീ? അമ്മടെ പങ്കുറ്റിയാണോ? ഇവിടെ നിന്ന് പറഞ്ഞ സവാളയൊക്കെ വരണം എണ്ണി താഴത്തിടും. ഒരു രക്ഷയില്ല. അതിൽ കൂടെ കയറി അങ്ങനെ മേലെ കൂടെ കയറി പോയി അവൻ അവിടെ തന്നെ നിൽക്കും. ഞാൻ പറഞ്ഞില്ല കയറി വരുന്നത്. കയറി ഇങ്ങനെ വന്നിട്ട് താഴ്ത്തു. വെള്ളത്തിൽ കുളിക്കണ്ടാട്ടാ. വെള്ളം കണ്ട അപ്പൊ കുളിക്കണവന്. ഈ പാത്രത്തെ കരിഞ്ഞു. മിന്നു നീ പൊടിക്കണം അവനെ. വെള്ളം കുടിക്കണം നമുക്ക്. പിന്നെ വെള്ളം കുടിച്ചു. ഞങ്ങൾ 4 പേർക്ക് 8 മുട്ട. അല്ല 2, 4, 6, 8 മുട്ട. എന്ത് ഞാൻ പത്തെണ്ണം
ചായയും ഉപ്പിട് ഒരു സവാളത്തോട് കിട്ടോ പെട്ടെന്ന് തൊലി പോവും. മതി എന്താ അത് പൊടിക്കണ്ട ഇറങ്ങ ഒരെണ്ണം പൊട്ടിച്ചത് അവിടെ മാറ്റി വെച്ചിരിക്കുന്നു. പോ വലാലെ പോ ആർക്കറങ്ങി ബുൾഗ നമുക്ക് മിന്നോട് അടയ്ക്കാനയക്കാത്തത്. പോടാ കെണിയാ. അപ്പോ കളിയിട്ടിട്ട് അപ്പോ പറഞ്ഞു വിടറാ അടുക്കള വന്നിട്ടാ നിൽക്കാര് മാറടാ. സമാധാനം. ആ മുട്ട എടുത്ത് ഈ ബോക്സിൽ വെക്കും. പുതിയ മുട്ട പുഴുങ്ങാൻ വെച്ചാൽ തൊണ്ട് പോവില്ല. അത് 4 ദിവസം പഴകിയ മുട്ടയെ തൊണ്ട് പോവുള്ളൂ. പുതിയ മുട്ട തൊലി കളഞ്ഞാൽ പോവില്ല. അപ്പഴേക്കത് വാ പപ്പായ തരാ വാന്ന്. നിന്റെ എന്താ പപ്പായ? ഒരാൾക്ക് 30 മുട്ട കൊടുക്കണം നാളെ. ആ ബോക്സിൽ എത്ര എണ്ണ വെക്കും? പിന്നെ നമ്മുടെ കോഴി ഒരു ദിവസം 10-15 മുട്ടയൊക്കെ കിട്ടും. ചിലപ്പോൾ 15 കിട്ടും, ചിലപ്പോൾ കൂടുതൽ കിട്ടും, ചിലപ്പോൾ കുറഞ്ഞും. ഞാൻ എണ്ണ വയ്ക്കാം. 13, 14, 19, 21, 22. ദേ ഇയാള് കണ്ട അവിടെ ഞാനിപ്പോ താഴത്തിറങ്ങി. മിന്നു നീ ഇറക്കി വിട്ടതാ. 25 വെച്ചാൽ മതി. 25 വെക്കാൻ പറഞ്ഞപ്പോ 26, 27, 28, 29, 30. 25 മതി പോരാ. പോക്ക് നോക്കിയോട്ടെ. ഫോൺ എന്തിനാ ഫോൺ നോക്കിയോട്ടാ. ഞാൻ എന്റെ മുട്ട മാറ്റട്ടെ. അല്ലെങ്കിൽ ഫോണല്ലേ അത്. അതെ അതല്ലേ ഇറങ്ങണ ഒരു ബേജാറ് നോക്ക്. പിന്നെ അവന് ഇതാ ഇവിടെ വെച്ചു. ഇതാ വെച്ചു അതിന് മുകളിൽ വെച്ചു. നമ്മുടെ ശുണ്ടി പെണ്ണുവാ, നമ്മുടെ തക്കട് കുട്ടൻ, നമ്മുടെ പൊന്നുമണി, നമ്മുടെ നായേ. കടിച്ചാ പിന്നെ നായേ പറഞ്ഞ കുട്ടനെ. മണിക്കുട്ടാ നീ കോഴികളുടെ കൂടെ പോയി കിടന്നോട്ടാ. ആ മതിനകത്തിനുള്ള പൊറുതി നിന്റെ. ആ കുട്ടിക്ക് വെള്ളം കുട്ടി മേലെ വെള്ളം തെളിച്ചു പെണ്ണ്. എന്ത് വേണം? എനിക്ക് വെള്ളം തന്നല്ലോ ഞാന്. ഓക്കെ കുഞ്ഞാവേ ഇത്തിരി വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന സ്പൂണോട് ഞാൻ 2 ട്രിപ്പ് കോരി കൊടുക്കാം. പൂച്ച വരുവാടാ. ആ വാ പൂച്ച വരും. പോ ഇറങ്ങി നോക്ക്. പിന്നെ എന്റെ കൈ കൊത്താൻ വരുന്ന സ്പീഡ് നോക്കോട്ടെ. ഈ ബോക്സിന്റെ മൂടിയല്ല അതാണ് അറിയാത്തത്. വേഗം കണ്ടോ കൈ കൊത്താൻ വരുന്നത്. എനിക്ക് വയ്യ കൊത്തോളെ. ശരിക്കും വേണ്ട സൈക്കോ. അടുക്കളയിൽ കയറി നിരങ്ങ എന്നെ പണി. മൂടി വെക്കട്ടെ. എനിക്ക് പേടിയാണത്. നാളെ മീൻ വറുക്കുമ്പോൾ ചടഞ്ഞടിയലേക്ക് ശേഷം എനിക്ക് പേടിയാണ്. നാളെ പൂച്ച വരുന്നു. പൂച്ച മീൻ വാങ്ങിക്കാനായപ്പോ പൂച്ച വരുന്നുണ്ടാ. മണപ്പിച്ചിട്ട് വരുന്നു കേട്ടോ. മിന്നു വേഗം എടുത്തോ സാധനം കേട്ടോ. ഫോൺ സ്പീഡൊന്ന് കാണണേ. കണ്ട ഞാൻ കൈ പിടിച്ചു. ആ അപ്പോ തട്ടിട്ട് വീണില്ലാലും മൊത്തേ നാറാണത്ത് ഭ്രാന്തൻ. ആ പപ്പായ ശ്രദ്ധ മാറ്റാൻ എന്താ സാധനം നല്ല തരി ഇറക്കും ചെയ്യും. ആ ഓടിയോ പൂച്ച വന്നാ. പെണ്ണേ വായി മനുഷ്യന്റെ ചങ്കാണത്. ശങ്ക് ഇത് വാളാ. കെണിയാ ഓടാ. ഞാൻ അടച്ചു ഇല്ല തുറക്കാൻ പറയണം. മിന്നു എന്ത് ഇറക്കാനല്ലേ. ഞാൻ പിടിക്കുന്നവൻ കണ്ടുട്ടാ നോക്കിയോട്ടാ. ആ അയ്യോ കൈ മാറി വീണു. വാട പൊന്നേ 2 വാങ്ങിച്ചല്ലോ. ഇത് ഞാൻ കോംബോ അവിടെ ഉണ്ട് വേറൊരു കളറ്. ഒന്ന് തിളച്ചതിന് ശേഷം സിമ്മിൽ വെച്ചാൽ മതി. ഇത് കോംബോ ആയിട്ട് വാങ്ങിച്ചാൽ 2. അതെ
ആണോ? ഓർമ്മയില്ല. ആ പെട്ടെന്ന് വിട്ട് വന്നല്ലേ. മാറിയെന്നാ ഒരു മിനിറ്റ്. ഒരു തേങ്ങ ചരിത്താട്ടോ മുട്ടക്കറി വയ്ക്കാം. തേങ്ങ എന്തിനാ മുട്ടക്കറിക്ക് വേണ്ടേ? തേങ്ങ കൊളസ്ട്രോൾ അമ്മ. ഓഹോ അമ്മേ, എന്നും മുതലാണ് ഈ ബോധം വന്നത്. എന്താ എവിടെ ഉണ്ടാക്കി? ഞങ്ങളുടെ അടുക്കള ചെറിയ അടുക്കളയാണ്. സ്ഥലം കുറവാണ്. സ്ഥലം കുറവ് പറഞ്ഞാൽ കണ്ടമാനം സാധനങ്ങളുള്ള കാരണമാണ്. ഒരുപാട് സാധനങ്ങളും പാത്രങ്ങളും. എന്റെ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെറിയ അടുക്കളയില് നിറയെ തിന്നാനുണ്ടോ? അതെ അതെ, വലിയ അടുക്കളയിൽ വെക്കാൻ കിട്ടില്ല. അത്ര ചെറിയ അടുക്കളയിലാണ് കണ്ടമാനം. കാണാൻ മാത്രമേ ലുക്ക് ഉണ്ടാവുള്ളൂ എല്ലാവരും പറയുന്നു. അനുഭവം അതെ. ഓരോ വീടുകളിൽ അതിനാണ് ചിന്നമേര് ചെറിയ അടുക്കള മതി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നന്നായി നല്ല അടുക്കള. ചിന്നമേന്റെ വീട് അടിപൊളി വീടാണ്. അപ്പൊ ബാത്റൂമിലാണ്. കണ്ട, ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. മിന്നോ, പൂച്ച വരൂടി, വാ, ഓടിവാന്ന്. ആ കുറച്ച് നേരത്തെ പറയണേ, പൂച്ച വരൂടി, ഓടിവാന്ന്. ആ പൂച്ച വരൂടി, ഓടിവാന്ന്. പെറു പറയണ്ട കുട്ടി. എവിടെ മിന്നോ? ആ എന്റെ പെണ്ണെ, എവിടെ നിന്റെ മിന്നു? എവിടെ നിന്റെ മിന്നു? ഒരു ഉമ്മ കൊടുക്ക്, ഒരു ഉമ്മ കൊടുക്ക്. അതാ മിന്നു വന്നു. എവിടെ മിന്നു? എവിടെ മിന്നു? എവിടെ? ആ എവിടെ മിന്നു? എവിടെ മിന്നു? എന്നെ കൈ കടിച്ചു. അവളെ കണ്ട പിന്നെ എന്നെ വേണ്ട. പപ്പായയുടെ നമുക്ക് തന്നു ഞാനിപ്പോ. പപ്പായ തന്നെ പപ്പായ വേണ്ടി ഞാനല്ലേ പപ്പായ തന്നെ. എന്റെ ഒരു പെണ്ണേ, ഒരു മാട്ട് ഒരു ഉമ്മക്കാട്ട്, ഒരു ഉമ്മ കൂടിക്കാട്ട് പറയും. ഒരു ഉമ്മ കൊടുത്താ പറയും. എന്താ പാലക്കാട് ഭാഷ എന്താണ്ടി വേണേ? കുട്ടി ഭക്ഷണം കഴിക്കട്ടെ, ഇത്തിരി കഴിക്കുന്നുണ്ടല്ലേ? ഇറങ്ങടാ, കഴിക്കട്ടമ്മ. ഞാൻ ഇവിടെ ഇല്ലായിരിക്കണ കഴിച്ചോട്ടാ. മോന്തരം തട്ടിട്ട് തലമടക്ക് അതിനാണ് വരുന്നത്. അപ്പൊ മൂടി വെക്കും. അവിടെ ഇരിക്കട്ടെ ഏട്ടമ്മ.
മാറ് ഫുഡിന്റെ മേലെ കാല് വെച്ചു. അവൻ കറക്റ്റ് സ്റ്റേബിൾ ആക്ക്. ഇപ്പുറത്തേക്ക് തട്ടിയിട്ടില്ല, ഇപ്പുറത്തേക്ക് തട്ടിയിടും. എടുത്താലേ എന്നെ കൊണ്ട് ബാഹുബലി നോക്കിയാട്ടാ. ബാഹുബലി പൊന്താതിനെ എടുത്തിട്ട് കുഞ്ചിട്ടൊരേറ്റ കയറാണ്. ആരോ അരി അരയ്ക്കുന്നു. മിക്സി നിർത്തി നിർത്തി വേണം അരയ്ക്കാൻ. നീ എന്നെ എടുത്താളിയിട്ട് ഓ പോറ്റിടി പോറ്റുമാ മകനാണ്. പോ എന്റെ മകൻ തട്ടിട്ടോ. ഇവിടുത്തെ ഗ്ലാസ് സെറാമിക്കിന്റെ പ്ലേറ്റ് ഒക്കെ കൂട്ടിക്കാണ്. എത്ര ഗ്ലാസ് ആ കഴിയുണ്ടാ ഒറ്റക്ക് അവിടെ ഇവിടെ വന്നിട്ടേ പൂച്ച വരൂടെ. പ്രോട്ടീനാണ് കഴിച്ചു. അതിന് മറിച്ചിടാൻ മതി കഴിയുന്ന ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ അപ്പഴേ രണ്ടെണ്ണം കഴിച്ചിടാ. കാരണം വിശക്കില്ല. ഞങ്ങൾ കഴിക്കുമ്പോ ഒന്ന് ഇരുന്നു മാത്രം. വിശക്കുമ്പോ കഴിച്ചാലേ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുട്ടികളെ. ഇനി കഴിച്ച കൈ കൊണ്ട് എടുക്കുവോ? കഴിച്ച കൈ കൊണ്ട് എടുക്കും. എന്തായാലും ഞാൻ തന്നെ അവള് വന്നു വെച്ചാൽ അതാണ് കൊടുക്കും. അപ്പൊ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയത് കൂടുതലായിട്ടുണ്ട്. ഇനി ഇഡ്ഡലിയിൽ ഇരിക്കുവോ? വേണ്ട വേണ്ട പറയുമ്പോ നീ വവ്വാലെ വവ്വാലെന്ന് പറഞ്ഞു. ചീത്തയല്ല ഞാൻ പറഞ്ഞു, വരാലേന്നല്ല പറഞ്ഞു, വവ്വാലെന്നാ പറഞ്ഞു.